സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത കൂട്ടണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ഐശ്വര്യ അനിൽ ചേർന്നു വിവരങ്ങളുമായി. ഐശ്വര്യ, ഇന്നലെ മാത്രം 227 കേസുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണോ വിലയിരുത്തലുള്ളത്? എൽദോ, സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്നാണ് ഉന്നതതല യോഗം വിലയിരുത്തുന്നത്. പക്ഷേ എൽദോ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 227 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാജ്യത്ത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് 288 പേർക്കാണ്. അതായത് 288 പേർക്കാണ് ആകെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 227 പേരും കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. സംസ്ഥാനത്ത് ആകെ 1749 ആക്റ്റീവ് കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഉന്നതതല യോഗം ചേർന്നപ്പോൾ അനാവശ്യ ഭീതി വേണ്ട എന്നുള്ള വിലയിരുത്തലിലേക്ക് ആണ് യോഗം എത്തിയത്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത കൂടുതലായി വേണ്ടത്. നിയന്ത്രണങ്ങൾ ഇല്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാസ്ക് നേരത്തെ കർശനമായിരുന്നു. അതിനുശേഷം ഈ കോവിഡ് ഒന്ന് കുറഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം നാം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ലക്ഷണങ്ങളുള്ളവർ കർശനമായി കോവിഡ് പരിശോധന നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കേരളം. ആശങ്കപ്പെടാനില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത്, അതായത് രാജ്യത്ത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ മാസത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 85 പോസിറ്റീവ് കേസുകളും വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്.